ഹലോ ഗൈസ്, ഗുഡ് ഈവനിങ്. അപ്പോൾ ഞാൻ പോകാൻ പോകുന്നത് സരോജിനി മാർക്കറ്റിലോട്ടാണ്. സരോജിനി മാർക്കറ്റിൽ പോയിട്ട് അവിടുത്തെ ഡ്രസ്സിൻ്റെ വിലയും അവിടെ എല്ലാം ഒറിജിനൽ ഡ്രസ്സാണെന്ന് ഞാൻ പറയില്ല, യൂസ്ഡ് ഡ്രസ്സുണ്ട്, ഇമ്പോർട്ടൻ്റ് ഡ്രസ്സുണ്ട്, അതായത് ഡാമേജ് അങ്ങനെയുള്ള സാധനങ്ങൾ നമുക്ക് നല്ലത് നോക്കി എടുക്കാം, ഫ്രഷ് നോക്കി എടുക്കാം. അപ്പം വില ഒക്കെ 50 രൂപ 100 രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യും. നമുക്ക് ജീൻസൊക്കെ ആണെങ്കിൽ 200 രൂപയ്ക്ക് ജീൻസ് കിട്ടും. അപ്പം അങ്ങനത്തെ ഒരു മാർക്കറ്റിലോട്ടാണ് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാൻ കാണിക്കാൻ പോകുന്നത്. അപ്പം മാർക്കറ്റിൽ ചെന്നിട്ട് എടുക്കാൻ പറ്റുന്ന വീഡിയോ ചെയ്യാം, അല്ലാതെ എടുക്കാൻ അവിടെ വീഡിയോ അലൗഡ് ആണോ എന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നമുക്ക് മാർക്കറ്റിൽ പോയിട്ട് പറ്റുന്ന വീഡിയോകൾ ഞാൻ എടുത്ത് നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ഞാനിന്ന് സരോജിനി മാർക്കറ്റിലോട്ടാണ്. അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെടും. അപ്പം സരോജിനി മാർക്കറ്റിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓട്ടോക്കാർ 300 രൂപ ചോദിക്കും. 300 നമ്മളെ കൊടുക്കാറില്ല. 300 രൂപ നമ്മൾ അങ്ങോട്ട് പോകത്തില്ല. മാക്സിമം 200 200 രൂപ കൊടുക്കും. അല്ലെങ്കിൽ सरोजिनी मार्केट कितना है? पैसा बताओ। पैसा? हाँ नहीं जाना है बस 300 है। प्रॉब्लम है भाई, 200 है, 250 दे सकते हो। नहीं 250 फाइनल देगा। मैं रेगुलर जाते हैं इसलिए मैं बोल रहा 300 ज़्यादा बोल रहे 200. അപ്പം 250 രൂപയ്ക്ക് ഞാൻ വണ്ടി ബുക്ക് ചെയ്തു. 250 രൂപയ്ക്ക് 200 രൂപയ്ക്ക് പോകുമായിരിക്കും, പക്ഷേ 250 രൂപയ്ക്ക് സരോജിനി മാർക്കറ്റിൽ അപ്പം ഞാനിവിടെ എത്തി. അവിടുത്തെ ചോലെ ഭട്ടൂര കഴിച്ചിട്ട് ചോലെ ഭട്ടൂര കഴിച്ചിട്ട് മാർക്കറ്റ് നടക്കുന്നുണ്ട്. എൻ്റെ ഫ്രണ്ടുണ്ട് ബാക്ക് സൈഡ് ഇവിടെ ഒരു കടയുണ്ട് ചോലെ ഭട്ടൂരയുടെ, അത് കഴിച്ച് ഭട്ടൂര. ഓക്കെ, മാർക്കറ്റിലോട്ട് കയറുന്ന വഴി ദൂരം. സാധനങ്ങളാണ് 200 രൂപ വില. ക്രോക്കറി ഐറ്റംസാണ്, പല പല പ്രൈസ് ആയിരിക്കും എല്ലാം. ഇപ്പം മാർക്കറ്റിൽ അവിടെ വാച്ചും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. 250 രൂപ ബാഗിന് വില. 250 രൂപ 150 രൂപ കൊടുക്കണം ഒരു ബാഗിന്. 200 രൂപ ടോപ്പൊക്കെ 200 രൂപ. 100 രൂപ ടോപ്പ് മേടിച്ചിട്ടുണ്ട്. 3 റൈറ്റ് 100 രൂപയാണ് വില. ഈ ടീഷർട്ടിന് 100 രൂപ വില. 300 രൂപ ടീഷർട്ട് മേടിച്ചു. 300 രൂപയ്ക്ക് 3 ടീഷർട്ട് മേടിച്ചു. വൈറ്റ് ഷർട്ടായിരുന്നു. എല്ലായിടത്തും 200, 100, 150 രൂപയൊക്കെയുള്ള എല്ലാ സാധനത്തിനും. പിന്നെ ഇവിടെ 100 രൂപ, ഇവിടെ 80 രൂപ, 100 രൂപ, 250 രൂപ, 150 രൂപയുടെ വൈറ്റ് ഷർട്ട്. അങ്ങനെ സാധനങ്ങളുണ്ട്. ഇത് മേടിക്കണമെന്ന് അങ്ങോട്ട് ചെല്ലുമ്പോൾ ഒരുപാട് ഷോപ്പുകൾ കാണാൻ പറ്റും. അങ്ങോട്ട് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അങ്ങോട്ട് ചെരുപ്പുകൾ കിടക്കുന്നുണ്ട് ഗൈസ്. ഇത് 200 രൂപയാണ് ചെരുപ്പിന്. ജോഡി നമ്മൾ സെലക്ഷൻ ചെയ്ത് എടുക്കണം. 200 രൂപ. ട്രൗസർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ആ സൈഡ് ഫുള്ള്
മാർക്കറ്റാണ്. 200 രൂപ ടീഷർട്ട്, പെൺപിള്ളേരുടെ ടീഷർട്ട് 200 രൂപ. നല്ല ടീഷർട്ട് പോയിട്ടുള്ള. ആ സൈഡ് ഫുള്ള് മാർക്കറ്റാണ്. പിന്നെ ഇതിനകത്തോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ആൾക്കാർ കയറി പോകുന്നുണ്ട്, അവിടെയും മാർക്കറ്റാണ്. ഇവിടെ ചീപ്പസ്റ്റ് ആയിട്ട് ജീൻസ് ടീഷർട്ട് 100 രൂപ 50 രൂപ അങ്ങനെയുള്ള വിലയ്ക്ക് നമുക്ക് സാധനം കിട്ടും. ഒരു 10,000 രൂപയായിട്ട് വന്നു കഴിഞ്ഞാൽ 1,00,000 രൂപയുടെ സാധനം മേടിച്ചുകൊണ്ട് പോകാൻ പറ്റും. ഡൽഹി വരുന്നവരെന്തായാലും വിസിറ്റ് ചെയ്യണം സരോജിനി മാർക്കറ്റ്. ഓക്കെ, 200 രൂപയാണ് ഈ ബാഗ്സിന് വില. അത് 100 രൂപ അങ്ങനെയൊക്കെയാണ് പ്രൈസ്. कितने का भाई? 50 का है. ഇതിന് 150 രൂപയാണ്. ഇതിന് 50 രൂപയും ഇതിന് 100 രൂപയാണ് വില പറഞ്ഞാൽ വില കിട്ടുമായിരിക്കും. വില പറഞ്ഞ വില കുറച്ച് മേടിക്കാൻ പറ്റുമെന്ന് പ്രതീക്ഷിക്കും. വേറെ ആളുകൾ അപ്പം ഞാൻ ഒരു ബാഗ് മേടിച്ചിട്ട് ഇപ്പം ബാക്കിയുള്ള സ്ഥലത്തോട്ട് പോകണം. ഓക്കെ, കപ്പിൻ്റെ ഓക്കെ. ബാഗ് 200 രൂപ. ബാഗിന് 200 രൂപ. ചപ്പലവിടെ ഈ ബാഗ്സിന് ഏതെടുത്താൽ 200 രൂപയാണ്. ക്വാളിറ്റിയുള്ള ബാഗുണ്ട്. 200 രൂപ വിലയാണ് മേളിൽ കിടക്കുന്ന ബാഗ്സിന്. 200 രൂപ. ഇതിന് 300 രൂപ വിലയാണ്. 300 രൂപ. ഇതൊക്കെ 200, 200 ഏതെടുത്താലും 200 രൂപയാണ്. ഫിക്സഡ് പ്രൈസ് ആയിട്ട്. അങ്ങോട്ടെല്ലാം മാർക്കറ്റാണ്, വലിയ മാർക്കറ്റാണ്. ഇത് ഒരു ദിവസം കൊണ്ട് തീരത്തില്ല. ഈ മാർക്കറ്റ് ഭയങ്കര തിരക്കുള്ളൊരു മാർക്കറ്റാണ്. നിർത്തിച്ചെല്ലാം എടുത്ത് മാറ്റിക്കുക മൊത്തം. ഉള്ള സാധനം എടുത്ത് മാറ്റിക്കുക പോലീസുകാർ വന്നിട്ട് താഴെ ഇറക്കും. അപ്പോൾ ഞാനിവിടെ പോലീസുകാർ വന്നിട്ടുണ്ട്. സാധനങ്ങളെല്ലാം എടുത്ത് മാറ്റുക. അവിടുന്ന് വില ചോദിച്ച് സാധനം മേടിച്ചോണ്ട് പോയി. ഗൂഗിൾ പേ. ഓക്കെ, അപ്പം മേടിച്ച മുമ്പോട്ട് പോകാം. पंजाबी चप्पल है. पंजाबी दुआना पंजाबी चप्पल कितना हुआ अभी? कितने के? 200. ഇവിടെ ഭയങ്കര തിരക്കാണ്. അതുകൊണ്ട് ഒരുപാട് തിരക്ക്. ഇതിനകത്ത് കൂടെ എങ്ങനെ ക്രോസ് ചെയ്ത് പോകുന്നത് എനിക്ക് തന്നെ അറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ക്രോസ് ചെയ്ത് പോവാം. ഇവിടെ 250 രൂപ സെയിലാണ്. ഡ്രസ്സ് 250. പെൺപിള്ളേരുടെ ഡ്രസ്സ് 250 സെയിലാണ്. മേടിക്കാം. ഇവിടെ വലിയ ഷോറൂംസ് ഉണ്ട്, ചെറിയ ഷോപ്പ്സ് ഉണ്ട്. ഇവിടെ ടീഷർട്ട്സ്, ബോയ്സിൻ്റെ ടീഷർട്ട്സാണ് ഇവിടെ. ഈ മാർക്കറ്റിലോട്ട് കയറി കഴിഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. മൊബൈൽ കവേഴ്സ് ഉണ്ട്, എല്ലാം ഉണ്ട്. മേടിക്കണമെങ്കിൽ കണ്ടത് 150 രൂപ ടീഷർട്ട്, 100 രൂപ. ജീൻസ് 150 സെയിൽ. ലേഡീസ് ജീൻസ് 150 സെയിൽ. ജീൻസ് സെയിൽ 100. 200. 200 രൂപ ആണ് പെൺപിള്ളേരുടെ ഡ്രസ്സാണ്. 200 രൂപ വളയും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇവിടെയും സാധനങ്ങളുണ്ട്, മേക്കപ്പ് സാധനങ്ങളൊക്കെ. ചെറിയ ഷോറൂംസ് ഒക്കെ ഉണ്ട്. നൈറ്റ് ലോവർ 200. ടീഷർട്ട് 200. പിള്ളേരുടെ ഡ്രസ്സ് 100. ഗ്ലാസ് ഉണ്ട്. അങ്ങനെയുള്ള പല പല കാര്യങ്ങളുണ്ട്. ഗൈസ് ഗ്ലാസ്സൊക്കെ ചപ്പലാണോ? 200 രൂപയാണ് ചപ്പൽ. ചെരുപ്പിട്ട് വെച്ചിട്ടുണ്ട്. 200 രൂപ. 200 രൂപ 150 രൂപ ഉള്ളു ഹൈ ഹീൽ ചപ്പൽ. 300 രൂപ 200 രൂപയാണ് വില ചപ്പൽസിന്. ഹീൽസിന് 300 രൂപയും സാധാരണ ഫ്ലാറ്റിന് 200 രൂപയും വില. ഏതെടുത്താലും 200 രൂപ അല്ലേ. പെണ്ണുങ്ങൾ ഇടുന്ന ഡ്രസ്സാണ് 150 രൂപയാണ്.
150 രൂപ. 150 ഏതെടുത്താലും 150 ഗൈസ്. നിങ്ങൾക്ക് നൈറ്റ് ഡ്രസ്സിലൊക്കെ വീട്ടിലൊക്കെ ഇടാം. ഈ പാൻറ് പെണ്ണുങ്ങൾ കൊള്ളാം. 200 രൂപ ഗൈസ്. ഇത് 250 ആണ്. പെണ്ണുങ്ങളുടെ ഷോർട്ട് 80 രൂപ. ചെറിയ നിക്കറ വീട്ടിൽ കിട്ടുന്നത് 80. ഇത് ജാക്കറ്റ്സാണ്. 200 രൂപ ജാക്കറ്റ്സ്. ജീൻസ് 200. ക്യാപ്സ് എല്ലാ സാധനമുണ്ട്. ഇതുവഴി ആളെ കൊണ്ട് നടക്കാൻ പറ്റത്തില്ല, അതാണ് പ്രശ്നം. കമ്മൽ, ബാംഗിൾസ് ഒക്കെ ഒരു 30 രൂപ 50 രൂപയ്ക്ക് കിട്ടും. നെയ് ചെയ്യാവേ, നെയ് ചെയ്യാം. അപ്പം ഞാനീ ഇവിടെ കയറിയിട്ടുള്ളൂ. ഇവിടേക്ക് ഇത്ര നേരമായിട്ടും ഒന്നും ആയിട്ടില്ല. ഫുള്ള് ഈ ഒരു റോഡ് കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അടുത്ത ഒരു റോഡുണ്ട്, അങ്ങോട്ട് കയറി പോകണം. ഇവിടെ തിരക്കുകൊണ്ട് നമുക്ക് നടക്കാൻ പറ്റില്ല. ആളെ ഇടിച്ചുകൊണ്ട് നടക്കാൻ പറ്റത്തില്ല, ഭയങ്കര തിരക്കാണ്. എല്ലാ സാധനവും മേടിക്കണമെന്നുണ്ട്, പക്ഷെ പൈസ ഇല്ല കയ്യിൽ ഗൈസ്. എല്ലാ സാധനവും മേടിക്കണമെന്നുണ്ട്, പക്ഷെ പൈസ ഇല്ല, അതാണ് പ്രശ്നം. ഈ മാർക്കറ്റിൽ കൂടെ നടക്കാൻ പറ്റുന്നില്ല, ഭയങ്കര തിരക്കാണ് മാർക്കറ്റ്. ഇതൊരു എൻട്രൻസ് അത്. ഹോമോ ഷോപ്പുണ്ട്, മേക്കപ്പിൻ്റെ സാധനങ്ങൾ ഉപയോഗിക്കുന്ന സ്ഥലം. പിന്നെ അവിടെ ഉണ്ട്, തുടങ്ങും അടുത്ത്. ഇവിടെയുണ്ട് ഒരുപാട് കട. ഇവിടെ വന്നാൽ 100 രൂപ 150 രൂപ 300 200 പ്രൈസ് 50 100 150 ഏതെടുത്താലും വില കുറഞ്ഞ പ്രൈസിൽ കിട്ടും. ലോവറിനൊക്കെ എത്ര വിലയുള്ളൂ? 150 ഉള്ളു ലോവർ. ഡെനിം ഷർട്ടായത്. അപ്പം നമ്മളൊരു ഡെനിം ഷർട്ട് നോക്കാൻ വേണ്ടി പോവാ. 150 രൂപ വിലയാണ്. പെൺപിള്ളേരുടെ സാധനമുണ്ട്. ഷർട്ട് നോക്കിയിട്ട് പറയാം. ഓക്കെ, ലേഡീസ് വെയറും ഉണ്ട് ഇവിടെ. ലേഡീസിൻ്റെ സാധനങ്ങളുണ്ട്. ഫ്രൂട്ട്സ്, ഷോക്സൊക്കെ നമുക്ക് വില പറഞ്ഞു കഴിഞ്ഞാൽ എത്ര വില പറഞ്ഞാലും കിട്ടും കേട്ടോ. ടീഷർട്ട് 200 രൂപ വില. നമ്മളുടെ ടീഷർട്ട് എൻ്റെ പൊന്നെ, ഇതെന്തൊക്കെ സാധനം ഒന്നുമില്ല. ലഗേജ് എല്ലാം പൊട്ടിപ്പോയി. ലഗേജ് മേടിക്കണമെന്നുണ്ട്. ഇപ്പോൾ ടോയ്സിൻ്റെ സെക്ഷൻ. ടോയ്സ് നമുക്കിനി ഈ അടുത്ത ഗലിയിലോട്ട് ഇതിനകത്തോട്ട് കയറാം. ഈ ഗലിയിലോട്ട് പോകണ്ട, അവിടെ ഗലി വേറെ വഴിയാണ്. ഇവിടെ 100 രൂപ 150 ഒക്കെ റേറ്റ്. പോലീസുകാർ വന്നുകൊണ്ടാണ് എല്ലായിടത്തും മാറ്റിയേക്കുന്നത്. അവരെല്ലായിടത്തും മാറ്റി പുറത്ത് വെച്ചിരുന്ന എല്ലായിടത്തും അകത്തോട്ടാക്കി വെച്ചിട്ടുണ്ട്. പോലീസുകാർ വന്നുകൊണ്ടാണ് എല്ലായിടത്തും മാറ്റിയപ്പോൾ കാലിയായിട്ട് കിടക്കും. സെൻറ്ററിൽ നിന്നെല്ലാം മാറ്റുന്നുണ്ട്. പോലീസുകാർ വന്നുകൊണ്ട് ഒരകത്തുനിന്ന് എല്ലായിടത്തും മാറ്റി. അപ്പോൾ ജീൻസ് മേടിക്കും. 250 ജീൻസ് ഉണ്ട്, അത് മേടിക്കും. ഓക്കെ, 250 രൂപ വിലയാണ് ജീൻസിന്. ചാർക്കോൾ 250 ആണ്. 250 രൂപ. ഏത് ജീൻസ് എടുത്താലും 250 രൂപ. OBT के भाई अच्छा लग रहा है. ഇത് 200 രൂപ വിലയാണ് ജീൻസിന്. 200 രൂപ സരോജിനി മാർക്കറ്റ്. ഓക്കെ, അപ്പോൾ സാധനങ്ങളൊക്കെ മേടിച്ചു. ഞാനും കുറച്ച് ഒരു 12,000 രൂപയുടെ സാധനം മേടിച്ചു. ഷോപ്പിൽ നിന്ന് പുറത്തോട്ട് പോയിക്കൊണ്ടിരിക്കുക. എല്ലാ സാധനവും ഉണ്ട്. മേടിച്ചു കഴിഞ്ഞാൽ എല്ലാം മാർക്കറ്റിൽ കയറിയാൽ മാർക്കറ്റിൽ നിന്ന് ഒരു 10,000 രൂപ സാധനങ്ങൾ മേടിച്ചുകൊണ്ട് പോകണം. ഞാൻ അടുത്ത ഗലിയിലോട്ട് പോകാനുള്ള പരിപാടിയാണ്. എല്ലാം പിള്ളേരുടെ സാധനം. ജീൻസ്
രൂപയ്ക്കാണ് ജീൻസ്. നല്ല ജീൻസ്. ജീൻസ് മേടിച്ചു 200, 400 രൂപ ജീൻസ്. എല്ലാ സാധനമുണ്ട്. നമ്മുടെ ജാക്കറ്റ് അമേരിക്കയൊക്കെ ലണ്ടനൊക്കെയാണെന്ന് വിചാരിച്ച് കിട്ടുമെന്ന് നടക്കുക. അതൊക്കെ ഒരു 300 രൂപ 400 രൂപയ്ക്ക് കിട്ടും ആ സാധനങ്ങളൊക്കെ. ഇതെടുത്തര 200. നല്ല ജീൻസ് ആക്കാം. ഒക്കെ സാധനം ഇവിടെയാണ് ജാക്കറ്റ്സ്. അപ്പം നിങ്ങൾ ഇവിടെ മൊത്തം ഇതാട്ടോ, ഫുള്ള് ഷോപ്പാണ് ഗൈസ്. ടീഷർട്ട് ഉണ്ട് ഇവിടെ. അപ്പം എന്തെങ്കിലും ഡൽഹി വരുവാണെങ്കിൽ എല്ലാവരും വരുന്ന ആൾക്കാർ ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ സരോജിനി മാർക്കറ്റ് വിസിറ്റ് ചെയ്യണം. ഇവിടെ വന്നു കഴിഞ്ഞാൽ സാധനം മേടിക്കാം. വിലക്കുറച്ച് നിങ്ങൾക്ക് സാധനം മേടിക്കും. ഒരു 5000 രൂപയായിട്ട് നിങ്ങൾക്ക് സാധനം മേടിക്കും. നേരത്തെ മാർക്കറ്റ് ഉണ്ട്. ഞാൻ അങ്ങോട്ട് പോകും. മാർക്കറ്റ് ക്രോക്കറി ഐറ്റംസ് മൊത്തം അവിടെ. നിമ്പൂപ്പാനി കുടിച്ചിട്ട് നമുക്ക് ഞാൻ അടുത്ത് ഒത്തിരി കറങ്ങാനുണ്ട്. ഒരുപാട് മാർക്കറ്റ് ഒരുപാടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇവിടെ വെച്ച് നിർത്തുക. അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് നടക്കാൻ പറ്റില്ല. ഞാൻ കുറച്ച് സാധനം എനിക്ക് വേണ്ടി 2-3 ജീൻസൊക്കെ മേടിച്ചു. പിന്നെ പുറത്തോട്ട് പോകുന്ന വഴിക്ക് ബാക്കിയുള്ള വീഡിയോ ആരെങ്കിലും ഒരാളും കൂടെ ഉണ്ടാകുന്നെങ്കിൽ എനിക്ക് എൻ്റെ കയ്യിലൊന്ന് എന്തെങ്കിലും പിടിക്കുകയാണെങ്കിൽ അത് പിടിക്കാം. വീഡിയോ എടുക്കാനും ഭയങ്കര ബുദ്ധിമുട്ട്. നമുക്കത് ഞാൻ കുറച്ചുകൂടെ എടുത്തിട്ട് ഇപ്പോൾ മൊത്തം കറങ്ങാൻ പറ്റില്ല. മാർക്കറ്റ് വലിയ മാർക്കറ്റാണ്. ഒരുപാട് ഇതുണ്ട്. അപ്പോൾ അവിടെ എല്ലാം പോയിട്ട് നമുക്ക് ഇത്രയും ദൂരത്ത് നടന്ന് ഞാൻ ഒറ്റയ്ക്ക് വന്നാൽ എനിക്ക് നടക്കത്തില്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ട് സലീം വരും. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളെ മൊത്തം കാണിക്കുന്നത്. അപ്പം ഗൈസ് ഓക്കെ. അപ്പം നാളെ വേറെ മാർക്കറ്റിൽ പോവുകയാണെങ്കിൽ ഞാൻ അത് കാണിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഇന്നത്തേക്ക് തൽക്കാലത്തേക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. എനിക്ക് റൂമിൽ പോകണം. നീമ്പൂപ്പാനി കുടിച്ചേക്കാം. ഓക്കെ. ഇവിടുത്തെ നീമ്പൂപ്പാനിയാണ്. നീമ്പൂപ്പാനി കുടിച്ചേക്കാം. നമ്മൾ സരോജിനി മാർക്കറ്റിൽ പോകാൻ പോകാൻ കുറച്ച് സാധനം മേടിച്ചു. റൂമിൽ ഇപ്പോൾ റെസ്റ്റ് എടുക്കാം. റെസ്റ്റ് എടുക്കുന്നതെല്ലാം പോയി വീഡിയോ എഡിറ്റ് ചെയ്തപ്പോൾ മാർക്കറ്റാണ്. മാർക്കറ്റ് ഇവിടെ മാർക്കറ്റ് സൈഡ് മാർക്കറ്റ് गूगल पे नंबर जीपे नंबर नहीं ऐसे बहुत है भाई. ऐसे ഞാൻ തിരിച്ചു പോവാണ്. വന്ന സ്ഥലത്തേക്ക് തന്നെ തിരിച്ചു വന്ന വഴി. പാനിപ്പൂരി കഴിക്കും. ചെരുപ്പൊക്കെ അവിടെ കിടപ്പുണ്ട്. ഒന്നും മേടിച്ചിട്ടൊന്നുമില്ല. ചെറിയ സാധനങ്ങൾ മാത്രമേ മേടിച്ചിട്ടുള്ളൂ. തിരിച്ചു പോകും. അപ്പോൾ നിങ്ങൾ ഡൽഹി വന്നാൽ സരോജിനി മാർക്കറ്റ് ഒന്ന് വിസിറ്റ് ചെയ്തിട്ടേ പോകുള്ളൂ കേട്ടോ. സരോജിനി മാർക്കറ്റിൽ വരാതെ പോയത് ഡൽഹി മിസ് ചെയ്യാറ്. ഒരു 10, 15,000 അല്ലെങ്കിൽ 5,000 അല്ലെങ്കിൽ 2,000 രൂപയുടെ സാധനം മേടിച്ചോണ്ടേ പോവുള്ളൂ കേട്ടോ. ഓക്കെ ഗൈസ്. 200 രൂപയാണ് 150 രൂപ സാധനത്തിന്. ബാഗ്സ് പഞ്ചാബി ബാഗ്സ്.